അങ്ങനെ 2 കത്തിയുടെയും പണി തീർന്നുണ്ട്. ഇത് നമ്മൾ കറിക്കത്തി ഉപയോഗത്തിനാണ് ഉണ്ടാക്കിയേക്കണേ. നമസ്കാരം, മുതിരപ്പറമ്പിൽ ടാക്കീസിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, പലരും എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. അത് ഒന്ന്, നമ്മുടെ ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് ആരും എന്താണ് വരാത്തത്, ഇത് ഈ ഫീൽഡിൽ ഒത്തിരി വർക്കുകൾ ഉണ്ടെങ്കിലും അത് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചെറിയൊരു വിശകലനമാണ്. ഒന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വന്ന പോലെ തന്നെ ഈ വർക്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്, ഈ പഴയ ആൾക്കാർ ചെയ്യുന്ന വർക്കുകളൊക്കെ എല്ലാം നല്ലൊരു പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം നല്ല നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ പണിക്കാരൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് എന്നുള്ളൊരു സംസാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാരണന്മാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലും നല്ല 100% നീതി പുലർത്തുന്ന രീതിയിലൊക്കെ പണി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്ല് ചെത്തുന്ന മഴു, ആദ്യം ഇപ്പോൾ മെഷീൻ വെട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ കല്ല് ചെത്തുന്ന ഒരു മഴു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഒന്ന് ആലോചിച്ച് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കല്ല് ചെത്തുന്ന മഴു നമ്മുടെ ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ആലകളിലൊക്കെ വെളുപ്പിനെ കുറേ ആൾക്കാർ ഈ കല്ല് ചെത്തുന്ന മഴു കാച്ചാനായിട്ട്, ഈ കാച്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഊട്ടുക, അങ്ങനെ ഓരോ വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കാച്ചിക്കാൻ എന്നാണ് പറയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുപ്പിനെ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഇവരത് കഴിഞ്ഞിട്ട് മാക്സിമം അവർക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റുന്നത് 1-2 ദിവസമാണ്. അത് കഴിഞ്ഞ് അവർ വീണ്ടും വരും. അപ്പോൾ അവരുടെ ആ ഉപയോഗം ഒരൊറ്റ ദിവസമാണ്. അപ്പോൾ അവർ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് അതാണ്, അത്രയാണ് നമുക്ക് അതിൻ്റെ ആ മഴുവിനെ കൊണ്ട് അവർക്കുള്ള ഉപകാരം അത്രേ കിട്ടണുള്ളൂ. അത് ഒറ്റ ദിവസം കൊണ്ട് തീരാണ്. അത് അവരെടുത്ത ആ വർക്കിനെ സംബന്ധിച്ചാണ് ആ ഒരു ഇതിന്. അതുപോലെ തന്നെ ഇപ്പം മലയാറ്റൂർ ഭാഗത്ത്, ഞങ്ങളുടെ അടുത്തുള്ള മലയാറ്റൂർ ഭാഗത്ത് ആദ്യമൊക്കെ ഈറ്റ വെട്ടാനായിട്ട് വാക്കത്തിയും കൊണ്ട് പോകും. അപ്പം ആകെ ഒരു വാക്കാത്തി പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്ന, അത് അത്രയ്ക്ക് വിശ്വാസമാണ് ആ പണിയുന്ന ആൾക്കും അത് ഉപയോഗിക്കുന്ന ആളോടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈറ്റ വെട്ടാനാണ് എന്നും പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കൊണ്ട് പോയി അവൻ ആ ഈറ്റ വെട്ടാൻ മാത്രമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനോടൊരു ഉത്തരവാദിത്വം ഉണ്ട് രണ്ടുപേരും തമ്മിൽ, ഉപയോഗിക്കുന്ന ആൾക്കും ഉണ്ട്, അതുപോലെ തന്നെ അത് ഉണ്ടാക്കി ആൾക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നേരെ മറിച്ച് ഇന്നത് പോയി, അവനറിയാം, ഒരു കൃത്യമായിട്ട് അറിയാം അത് മറ്റുള്ളവർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് പോയാലോ എന്നുള്ളൊരു ഭയമുണ്ട്. പിന്നെ നമ്മൾ അത്രയും ദൂരം പോകുന്ന ഒരു ഭയമാണത്, ആ ഉപയോഗിച്ചാൽ പോകുന്നത്. ആ ഒരു ഭയം ഉള്ളതാണ് കുറേയൊക്കെ ഒരു ലാസ്റ്റിങ്. നമ്മളിത് എല്ലാ സാധനവും ഒരേ ഗണത്തിലാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പല ആയുധങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ഉളി, അപ്പോൾ ആ ഉളി തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ പല മരത്തിൽ, ഇപ്പോൾ കടുപ്പുള്ള മരവും അതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അരി തീർന്നു, പച്ചക്കറി തീർന്നു എന്ന് പറയുന്ന പോലെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ആയുധങ്ങൾക്ക് മൂർച്ചയില്ല, അതുകൊണ്ടുപോയി ഒന്ന് കാച്ചിക്കണം, അതൊന്ന് മൂർച്ച വെക്കണം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി. ഇപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ആല എന്ന് പറയുന്ന സംഭവം ഒരുപാട് വീട്ടിലുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ചേട്ടനനിയന്മാർ തന്നെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും തന്നെ ഈ കൊല്ലപ്പണിയായിരിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചതോടുകൂടി തന്നെ കഴിഞ്ഞ ഈ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് 10 ദിവസം മൂർച്ച നിന്നാലും ഇന്നിപ്പോൾ 20 ദിവസം മൂർച്ച നിന്നാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ട് പോയതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. നേരെ മറിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്കത് കൊടുത്ത് മൂർച്ച വെക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്രയും ഒരു ടോക്ക് വന്നില്ല അവിടെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത് നമുക്കൊരു 99% നമുക്ക് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും. 1% നമ്മളൊരു ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം, ഒരു ഫാൾട്ടിൻ്റെ പേരിൽ നമുക്ക് വിട്ടുകൊടുക്കാം. എങ്കിൽ തന്നെ ഈ ഒരു 99% നമുക്ക്
പക്കയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. ഏതൊരു തൊഴിൽ പോലെ തന്നെയും ഏതൊരു കാര്യം പോലെ തന്നെയും എല്ലാത്തിനും ഒരു ശരിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഒരു വണ്ടി നമ്മൾ മേടിച്ചാൽ അതിനകത്ത് ഒരു 2 വീലർ ആണെങ്കിൽ ഒരു 2 പേർക്ക് കയറാം എന്നുള്ള ആ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിടെ ഒരു ആയുധം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരു 100% നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇതിനെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ച് വിൽക്കുന്ന ഒരു ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൽ വന്ന ഒരു ചേട്ടൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചേട്ടൻ ഒരു വാക്കാത്തി മേടിക്കാൻ വരാണ്. അപ്പോൾ ഈ വാക്കാത്തി മേടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ വാക്കാത്തി 3 സൈസിൽ എൻ്റെ കടയിലുണ്ട്. ഈ 3 സൈസിൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ വെയിറ്റിലും അത്യാവശ്യം വീട്ടാവശ്യത്തിന് പാകത്തിന് ഒരിത്, പിന്നെ മരം വെട്ടാനും അത്യാവശ്യം ചെറിയൊരിത്, ഇനി അതിനും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്, അങ്ങനെ ഒരു 3 ടൈപ്പിലാണ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയൊരു വാക്കാത്തി, ഇത് റേറ്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയൊരു വാക്കാത്തി പുള്ളി വന്ന് ചോദിച്ചപ്പോൾ ഒരു വാക്കാത്തി വേണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ചെറിയൊരു വാക്കാത്തിയാണ് ആദ്യം എടുത്തത്. എടുത്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, പുള്ളിയുടെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഹെവി ആയിട്ടുള്ള ഒരു മരം ഇതും കൊണ്ട് വെട്ടാൻ ഒക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് അത് നമ്മൾ ചെയ്തു വെച്ചേക്കണത്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഇത് എനിക്ക് എല്ലാം വെട്ടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തിനാ വാക്കാത്തി എന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടാൻ പറ്റണ്ടേന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, നമ്മൾ എന്താണ് എല്ലാം നമുക്ക് ഒറ്റ ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയ എന്ത് കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്? എല്ലാത്തിനും എല്ലാ സാധനം സെപ്പറേറ്റ് തന്നെ വേണം. നമുക്ക് വീട്ടിൽ എന്ത് സാധനം, ഒരു കറി വെക്കണമെങ്കിൽ അതിന് എല്ലാ സാധനങ്ങളും അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ വേണം. അവിടെ ഒരു പകരക്കാരനില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ പെട്രോൾ തീർന്നിരിക്കുകയാണ്. ഈ പെട്രോൾ തീർന്നിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 1 ലിറ്ററും പെട്രോളാണ് വാങ്ങേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി കിടക്കുന്നുണ്ട്, 10 ലിറ്ററിൻ്റെ ഒരു കന്നാസ് കിടപ്പുണ്ട്, 25 ലിറ്ററിൻ്റെ കന്നാസ് കിടപ്പുണ്ട് എങ്കിൽ നമ്മൾ നോർമലായിട്ട് ഏതെടുക്കും? നമ്മൾ 25 ലിറ്ററിൽ 25 ലിറ്ററും കയറും എന്ന് കരുതി നമ്മൾ 1 ലിറ്റർ മേടിക്കാൻ അത് എടുത്തുകൊണ്ട് പോകില്ല. ആ യുക്തിയാണ് നമ്മൾ ഇവിടെയും കാണിച്ചേക്കണത്. നമ്മളിപ്പോൾ ചെറിയ വാക്കാത്തി എന്ന് പറഞ്ഞാൽ ആ ചെറിയ വാക്കാത്തി ആ ഒരു ഉപയോഗത്തിന് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാസ്റ്റിങ് കിട്ടാണ്. ഈ ലാസ്റ്റിങ് കിട്ടുന്ന ആ ഒരു സ്റ്റേജിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സാധനം വെട്ടണമെങ്കിൽ അതിൻ്റേതായ ഒരു തിക്നെസ് ഇട്ട് കൊടുക്കണം, അതിൻ്റേതായ ഒരു ടെമ്പർ ഇട്ട് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ മരങ്ങളും ഓരോ ഹാർഡാണ്. ആ ഒരു രീതിയിലാണ് മരങ്ങളുടെ സ്വഭാവം. മനുഷ്യൻ്റെ സ്വഭാവം പോലെ തന്നെ എല്ലാ മരങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരേ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളും തോറ്റു പോകും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ വാക്കാത്തി കൊണ്ടുപോയിട്ട് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഉപയോഗിച്ചു എന്ന് തന്നെ കരുതുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടന്നു പോയി കഴിഞ്ഞാൽ അത് അടന്നു പോവുകയാണെങ്കിൽ അത് പല രീതിയിലാണ്. ഇപ്പോൾ അതൊരു ഹെവി ആയിട്ടുള്ള ഒരു സാധനത്തുമ്പോൾ വെട്ടിയിട്ടാണ് അത് പോയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതൊരു കല്ലേലാണ് കൊണ്ട് അത് പോയത് എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും നമ്മുടെ ഫാൾട്ടും കൊണ്ട് പോയത് ഒരു അടർച്ചയാണെങ്കിൽ അതും നമുക്കറിയാൻ പറ്റും. അത് എങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു രോഗമായിട്ടൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ആ ഡോക്ടർ നമ്മുടെ ചിലപ്പോൾ വായ തുറന്നു നോക്കും, അല്ലെങ്കിൽ കണ്ണ് തുറന്നു നോക്കും. അവിടെ നമുക്ക് രോഗം ഇന്നതാണെന്നും പറഞ്ഞ് ഒരു LED സ്ക്രീനിൽ അവിടെ എഴുതി കാണിക്കണില്ല. രോഗലക്ഷണങ്ങളാണ് ആ ഡോക്ടർ മനസ്സിലാക്കുന്നത്. അത് ആ ഡോക്ടർക്ക് കിട്ടിയത് എക്സ്പീരിയൻസ് കൊണ്ടും അങ്ങേര് പഠിച്ചേക്കണ ആ ഒരു ഇതും കൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ തൊഴിലിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ തൊഴിലിലും നമുക്കും അതുപോലെ തിരിച്ചറിയാൻ കഴിയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒന്നുമേ വെട്ടിയില്ല, ഇത് ഞാൻ നിസ്സാര സ്ഥാനത്തുമ്പോൾ വെട്ടിയതാ, അത് പോയതാണ് എന്ന് പറയുമ്പോൾ അതൊരു സത്യമാണോ അല്ലെങ്കിൽ അതൊരു നുണയാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പണിക്കാരന് സാധിക്കുന്നുണ്ട്. പിന്നെ തർക്കിക്കേണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ തർക്കിക്കാം, അല്ലെങ്കിൽ ചിലവർ നമ്മളെ തെറ്റാണ് അല്ലെങ്കിൽ അത് പോട്ടെ എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ അതൊരു ചെയ്യേണ്ടി വരുന്ന ആ ഒരു സാഹചര്യങ്ങളും അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചീത്തപ്പേരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കൊല്ലപ്പണിക്കാരൻ തരണം ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അവിടെ. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അനാവശ്യമായിട്ട് പേടിക്കണേ. ആ പേടി ഒരു പണിക്കാരൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു മുൻകരുതലുകളുണ്ട്. അതാണ് അവനെ തോൽപ്പിക്കുന്ന, ഒരു കൊല്ലപ്പണിക്കാരനെ തോൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ.
അത് ഒരിക്കലും അടന്നു പോകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടന്നു പോകുന്ന ഒരു സ്റ്റേജ് കുറച്ച് കൂടിയ ടെമ്പറാണെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ പയ്യെ കുറച്ച് താത്തിയിടാം. ഈ താത്തിയിട്ട് കഴിഞ്ഞാൽ അത് അടന്നു പോകില്ല. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടന്നു പോകില്ല, പക്ഷേ അത് മൂർച്ച നമുക്ക് ആ രീതിയിൽ ലാസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ടെമ്പർ കുറഞ്ഞിരിക്കുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ അതിൻ്റെ മൂർച്ച കുറയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് അടന്നു പോകില്ല. അടന്നു പോയി കഴിഞ്ഞാൽ ഒരു ചീത്തപ്പേരാണ്. എന്ത് കാരണം കൊണ്ടാണ് അത് അടന്നു പോയെന്നുള്ള ചിന്താഗതി അവിടെ വരുന്നില്ല. അവിടെ ചെയ്തിട്ട് അത് പോയി എന്നുള്ളൊരു ടോക്ക് മാത്രം അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് അതിൻ്റെ മൂർച്ചത്തിരി കുറഞ്ഞാൽ അത് അങ്ങനെ അടന്നു പോകില്ല. ഇനി അതുപോലെ തന്നെ അത് വളഞ്ഞു പോകുന്നവരിത്, അത് വളഞ്ഞു പോവാണ്ട് ഒരു അടന്നു പോകാത്തും ഒരു മീഡിയത്തിൽ നമുക്കത് ഒപ്പിച്ച് ചെയ്യേണ്ടവരാണ്. നേരെ മറിച്ച് ഇതാണ് കാരണം, ഇങ്ങനെ ചെയ്താൽ ഇതാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പോവാത്ത ഒരു സ്റ്റേജ് വരെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാൾട്ടും കൊണ്ട് പോയതാണ് എങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ നോക്കും, ഞാൻ അംഗീകരിക്കാം എന്നുള്ളൊരു മനസ്സ് ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെയുള്ള സാധനങ്ങൾ നമ്മൾ ആ മാക്സിമത്തിൽ കാര്യം പറഞ്ഞാണ്. എൻ്റെ കടയിലാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുള്ള സെയിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉത്തരവാദിത്തം എൻ്റെ ആ സംസാരത്തിൽ അവിടെ വരെ എൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് കാരണമെന്ന് എനിക്ക് പറയാനുള്ള ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കത്തി, ഇത് പാക്കറ്റിൽ വരുന്ന ഒരു കത്തി. ഈ മെറ്റീരിയൽ ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നല്ല മൂർച്ച കിട്ടുന്ന ഒരു മെറ്റീരിയലാണത്. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത് ചെയ്തെടുത്തേക്കണതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ സാറേ, ഈ നൈഫിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തേക്കണ മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. ഇതിൻ്റെ ഒരു സൂത്രമുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പിടിഭാഗം കഴിഞ്ഞിട്ട് വരുന്ന ഇതാണിത്. കണ്ടോ, ഇത് ഏകദേശം 1 ഇഞ്ച് പോലും, ഏകദേശം 1 ഇഞ്ചേ ഉള്ളൂ ഈ പിടി കഴിഞ്ഞ് വരുന്ന ഒരു ഇഞ്ച് സ്ഥലമാണിത്. ഇതിൻ്റെ ഈ അറ്റത്താണ് പിടി വന്നത്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ സാധനം ആഞ്ഞൊന്ന് അമർത്തി ഒരു ഉപയോഗിച്ചാൽ ഈ പിടി ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ പിടി കൊണ്ട് ഇങ്ങനെ വെട്ടാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇത് പോകും, പെട്ടെന്ന് പോകുന്ന ഇത് കമ്പനി വിചാരിച്ചാൽ 2 ഇഞ്ചും കൂടി ഇവിടുന്ന് ഇങ്ങനെ നീട്ടം വെപ്പിച്ചാൽ ഈ സാധനം പോവില്ല എന്ന് കമ്പനിക്കും അറിയാം. ഇത് പൊട്ടി വന്ന ചിലവർക്കും ഊഹിച്ചെടുക്കാം, ഇതിന് കുറച്ചും കൂടി നീട്ടം വെച്ചായിരുന്നെങ്കിൽ ഈ പിടി ഇങ്ങനെ പോവില്ലല്ലോ. ഇനി 2, നമ്മൾ ഈ പിടിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏറ്റവും കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ഇത് ഒടിയില്ല. എന്നിരുന്നാൽ ഇത് കമ്പനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല ഈ സാധനം ഈ 1 ഇഞ്ചുമ്മ നിർത്തിയേക്കണത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് നിങ്ങളിത് അമർത്തുമ്പോഴും അല്ലെങ്കിൽ ഇത് വെട്ടാൻ ശ്രമിച്ചാൽ ഇത് ഇവിടെ പോയില്ല എങ്കിൽ ഇതിൻ്റെ ഇവിടെ ബാധിക്കുകയാണത്. ഇതാണ് ഈ തന്ത്രം. എന്നാണെന്ന് വെച്ചാൽ, ഈ സാധനം നീട്ടിയിടാൻ കഴിയാഞ്ഞിട്ടോ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടോ ഇത് ഒടിഞ്ഞു പോകും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല ഈ കമ്പനി ഇങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഇവിടെ അപ്പം അവർ ഉദ്ദേശിച്ച ഉപയോഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ്. നമ്മൾ നാക്കുകൊണ്ട് പറയുകയല്ല ചെയ്യുക, പറഞ്ഞാൽ അനുസരിക്കാത്തതും അത് ഫോളോ ചെയ്യാത്തവരും ഒരുപാട് ഉള്ളവർക്ക് ഒരു തന്ത്രമാണിത്. അപ്പോൾ ഇത് ആ രീതിയിലാണ് അത് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഇതാണ് ആ കത്തിയുടെ വിജയം. ഇതൊരു 0.8 കനമുള്ള ഒരു കത്തിയാണ്. നേരെ മറിച്ച് ഞാനിത് ഒരു കമ്പനിയും കുറ്റം പറയണമല്ല, ഞാൻ ഇതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയെടുത്താൽ, ഞാൻ ഒരു കമ്പനിയുടെ പേരും ഇതിനകത്ത് പറയുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് 1 mm 1.5 ഇതുവരെ ഈ പെർഫോമൻസ് ഇതിൻ്റെ അപ്പുറത്തേക്ക് കനമുള്ള സാധനങ്ങൾക്കില്ല. ഏറ്റവും പെർഫോമൻസ് കൂടിയ കത്തി ഏറ്റവും 0.8 ഒരു 75 രൂപ 80 രൂപയുടെ ഉപയോഗിക്കുന്ന ഇതിലാണ്. കാരണം എന്താ പറയുക, ഇത് ഏറ്റവും നേർത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നോ അതിനാണ് മൂർച്ച. അത് ഞാൻ നേരത്തെയുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് കനം കുറച്ച് ചെയ്യാൻ പറ്റുന്നോ അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂർച്ച കിട്ടുള്ളൂ. അപ്പം വെട്ടുന്ന സാധനങ്ങളും ഇതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 5 രൂപ കൊടുത്ത് ഒരു ഷേവിങ് ബ്ലേഡ് വാങ്ങുക.
ഈ ഷേവിങ് ബ്ലേഡ് വാങ്ങിയിട്ട് ചിലപ്പോൾ ഒരു 2 തവണയെങ്കിലും അത് ഷേവ് ചെയ്യാൻ ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ 1 തവണ ആയിക്കോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലും കാലിലുള്ള നഖം വെട്ടുക. അപ്പോൾ ആ നഖം വെട്ടാൻ കഴിയും ആ ബ്ലേഡും കൊണ്ട്, അതിനുള്ള മൂർച്ച അതിന് കിട്ടും. ഇനി നേരെ മറിച്ച് അത് ആ ബ്ലേഡ് വാങ്ങിയിട്ട് ആദ്യം നമ്മൾ നഖമൊക്കെ വെട്ടുക, എന്നിട്ട് ഷേവ് ചെയ്ത് നോക്കി, നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് അതിന് കിട്ടില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും സാഹചര്യങ്ങളുമാണ് അതിനകത്ത് വ്യത്യാസം വന്നേക്കണത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു കറിക്കത്തിയാണ്, ഇത് കുറച്ച് വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഹാഫായിട്ട് സ്റ്റീൽ ഇവിടെ നിർത്തണം, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഈ പിടിയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കൂടും എന്നുള്ളൂ. പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് കറിക്കത്തി ആണെങ്കിൽ തന്നെ നമുക്കൊരു വെട്ടിയാലും ഇത് ഈ പിടിയുടെ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോവുമോ അങ്ങനെയുള്ള ഒരു ഇത് വരില്ല ഇതിന്. കാരണം നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഇത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിൽ ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് പിന്നീട് ഇതൊരു കാച്ചിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്കിത് ഈ സാധനം ഇവിടെ ചൂടാക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഊരിപ്പോവും, അത് കംപ്ലൈൻറ്റ് വരും. അപ്പം ഈ കാച്ചിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കിത് നേർത്തതായിട്ട് അടിച്ച് ഇത് കനം കുറച്ച് എടുക്കാൻ പറ്റൂല. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ലീഫിൽ നിന്നൊക്കെയാണ് നമുക്കിത് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പം അത് അത്രയും നേർത്തതായിട്ട് നമുക്ക് കനം കുറച്ച് ഇത് അടിച്ചുണ്ടാക്കിയാൽ തന്നെ നമുക്കിത് ടെമ്പർ ചെയ്ത് എടുക്കുമ്പോൾ എന്നാന്ന് പറയുക ഇത് പൊളഞ്ഞു പോകും. അത് ഇതിലുപയോഗിച്ചേക്കണ കാർബണിൻ്റെയും അതിൻ്റെയൊക്കെ എന്ത് കാരണങ്ങളുണ്ടെന്ന് എനിക്ക് വിശദീകരിക്കാൻ എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഇത് പൊളഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് ഒരുപാട് നേരത്തെ ഇതിലേക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ണിൽ നനച്ചാൽ പൊളയില്ല. പക്ഷേ നമുക്കിത് കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഇത് എടുക്കാൻ പറ്റൂല. നേരെ മറിച്ച് എന്തെങ്കിലും ഒന്ന് തിക്കണ്ട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വായ്ത്തല നടന്നു പോകും. കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെമ്പറിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ്, നമ്മുടെ ഒരു നാടൻ രീതിയിൽ. ഇനി ഗൾഫുകാരും ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്, കുറേ മെഷീനറിയുടെ ഉപയോഗത്തിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള ടെമ്പർ അറിയുന്ന അരങ്ങളുണ്ട് അവർക്ക്. ഈ അരം ഉപയോഗിച്ചാണ് കൃത്യമായിട്ടുള്ള ഓരോ അരം ഉപയോഗിച്ച് വീഡിയോസ് കണ്ടവർക്ക് പരിചിതമായിരിക്കാം. കുറേ അരങ്ങളെടുത്ത് രാവി നോക്കുന്നതാണ് അവർ. അത് ആ അരത്തിന് കൃത്യമായിട്ടുള്ള ആ ഒരു അരം പിടിക്കുന്ന ഒരു സ്റ്റേജാണ് അവരത് മനസ്സിലാക്കിയെടുക്കുന്ന സിസ്റ്റം. നമ്മുടെ ഒരു കാരണന്മാർ നമുക്ക് പകർന്നു തന്നേക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളൊരു അരം വെച്ച് രാവാണ് നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മളിതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ നമ്മളിത് പിടിക്കുന്ന രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റമാണ്. ഞാൻ പറയുന്നത് എൻ്റേതായ ശരികൾ മാത്രമാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എൻ്റെ ശരികളാണ് ഞാൻ വിശകലനം ചെയ്യണത്. അതിൽ എല്ലാവർക്കും ചിലപ്പം നല്ലതുമായിട്ടുള്ള മറിച്ച അഭിപ്രായങ്ങളുണ്ടാവാം. അപ്പോൾ എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് ഈ അരം വെച്ച് രാകുന്ന പല വീഡിയോയിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ അരം വെച്ച് രാകുന്നതെന്നുള്ള. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഇന്ന സ്റ്റേജ് ഇന്നതിന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് അതിന് ഉദ്ദേശിക്കുന്ന ആ മരുന്ന് അതാണ് മരുന്ന് എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മളത് കൊടുക്കണത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ഇത്. അപ്പോൾ ഇത് ചെയ്യുന്ന ആ ഒരു രീതി, അപ്പോൾ ഇതിൻ്റെ പിടി ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഹെവിയാണത്. ഇത് നമുക്ക് പിള്ളേർ വീട്ടിലാണെങ്കിലും നമ്മളൊരു കറിക്കത്തിയുടെ ഉപയോഗത്തിന് ഇത് വാങ്ങിയാൽ തന്നെയും അത്യാവശ്യം കൊമ്പൊക്കെ വെട്ടാത്. അപ്പം ഈ കൊമ്പൊക്കെ വെട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് ഇതുമ്പോൾ കിട്ടാണ്. അപ്പം നമ്മുടെ കറിക്കത്തിയുടെ ആ ഒരു ഉപയോഗം എന്നുള്ള രീതിയിൽ നിന്ന് മാറി മൾട്ടിയായി മാറാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സാധനത്തിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉപകാരം ഇല്ലാണ്ടാവണത്. അപ്പം അതാണ് ആ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ വാക്ക് അതാണ്. അപ്പം നമ്മൾ ഇന്ന സ്ഥലത്ത് ഒരു എൻഡ് കൊടുത്ത് ഉപയോഗിച്ചാൽ എന്തിനാണ് വാങ്ങിയത് അത് ആ രീതിയിലുള്ള ഇത് വെച്ചാൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോഴി വെട്ടുന്ന ഒരു സ്റ്റേജ് വരെയുള്ള ഒരു കത്തി എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാനിത് ഇന്ന കത്തി ഇത് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോകുന്നവരെ പോകും. ആ രീതിയിലാണ് ഞാൻ ചെയ്ത് വെച്ചേക്കണേ. ഈ കോഴി വെട്ടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബോയിലർ ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ എല്ല് നമുക്ക് കടിച്ച് വെച്ച് തിന്നാൻ പറ്റും, പൊട്ടിക്കാൻ പറ്റും. നമ്മൾ കടിച്ചാൽ പൊട്ടും. നേരെ മറിച്ച് ഒരു നാടൻ കോഴിയുടെ ഇറച്ചി എല്ല് നമുക്ക് കടിച്ചാൽ പൊട്ടൂല. അപ്പോൾ ഇത് രണ്ടും കോഴിയാണ്, പക്ഷേ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ നാടൻ കോഴിയുടെ എന്തുകൊണ്ടാണ് നമുക്ക് ആ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റാത്ത അതുപോലെ തന്നെയാണ് ഇതിന്.
ആ കത്തി ചിലപ്പോൾ മറ്റേ ചിക്കൻ ഉപയോഗിക്കാൻ പറ്റിയെങ്കിലും ചിലപ്പോൾ ഇത് വെട്ടുമ്പോൾ ചിലപ്പോൾ പോയിന്ന് വരാം, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പം നേരത്തെ ആ കുപ്പികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലാണ് നമ്മൾ ഇത് ഓരോന്ന് ചെയ്തു വെച്ചേക്കണത്. അപ്പം നമുക്ക് പറ്റുന്ന തെറ്റാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാനും അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു തെറ്റ് അത് അംഗീകരിക്കാനും പരസ്പരം ഒരു ധാരണയിൽ പോയാൽ മാത്രമാണ് നമ്മുടെ ആയുധങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പച്ചിരിമ്പും ഉരുക്കും തമ്മിൽ ഇതെങ്ങനെ തിരിച്ചറിയാം എന്നൊരു ചോദ്യം വന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാഴ്ചയിൽ ഇപ്പോൾ തിരിച്ചറിയാൻ തന്നെ പറ്റാത്ത ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലീഫാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ പറയാണ്, വണ്ടിയുടെ ലീഫ് കൊണ്ടൊക്കെ എന്ത് സാധനം ഉണ്ടാക്കിയാലും എന്ത് സാധനവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു കാരണവശാലും വണ്ടിയുടെ ലീഫാണ് എങ്കിൽ നമ്മൾ ഇരുമ്പ് മോശമാണ് എന്നുള്ളൊരു വർത്താനേ അതിനകത്ത് വന്നില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ പലതിനും ചിലത് പിടുത്തം കിട്ടാത്ത ഒരു സ്റ്റേജേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലീഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ലാവിലെ ടെസ്റ്റും കഴിഞ്ഞ് അത് വണ്ടിയിൽ കൃത്യമായിട്ട് ആ ലോഡും കയറി അത് നല്ല ഷോക്കായിട്ട് തന്നെ വർക്ക് ചെയ്യാവുന്ന രീതിയിൽ അതെല്ലാം ഒരു ഫുള്ളായിട്ടുള്ള ടെസ്റ്റിങ്ങും കഴിഞ്ഞ് വരുന്ന ഒരു ഐറ്റാണ്. അത് നമ്മൾ ഒടിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇരുമ്പടയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അത് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഫാൾട്ടും ഇല്ല. അതിനാവശ്യത്തിനും എല്ലാത്തിനും ഉപകാരപ്രദമായ കാർബൺ കണ്ടന്റും എല്ലാം ഉള്ള ഒരു ലീഫിൽ ഉണ്ടാവും. ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് വണ്ടിക്ക് അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അതിനത് അടങ്ങി ഒക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആയുധം ഉണ്ടാക്കി, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു സാധനം കൊണ്ടുപോയിട്ട് മൂർച്ച കിട്ടിയില്ലെങ്കിൽ അത് ഇരുമ്പിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഈ പണ്ട് കാലത്ത് പച്ചിരുമ്പിൻ്റെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉരുക്കിൻ്റെ സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നൊന്നും അതിൻ്റെ ഒന്നും ഒരാൾക്കും ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇരുമ്പാണോ ഉരുക്കാണോ എന്ന് കരുതി നമുക്കൊരു കടയിൽ ചെന്ന് ഒരു സാധനം മേടിച്ചാൽ ഉരുക്കിന് വേറെ സെപ്പറേറ്റ് കാശൊന്നും കൊടുക്കണ്ട. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ 50-20 കിലോ പ്ലേറ്റിന് വിലയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ആംഗ്ലയറിൻ്റെ കഷ്ണം കൊടുത്താലും 50 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വണ്ടിയുടെ പ്ലേറ്റ് എടുത്താലും 50 രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ. അപ്പോൾ പിന്നെ ഇത് ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയാലും ഉരുക്കും കൊണ്ട് ഉണ്ടാക്കിയാലും ഒരു ഇരുമ്പാണ് എങ്കിൽ നമ്മൾ അടിക്കുന്ന അടിക്ക് ചെറിയൊരു വ്യത്യാസം വന്നിരുന്നല്ലാണ്ട് ഒരു ലാഭമോ ഒരു കൊല്ലനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് മൂർച്ച കിട്ടാത്ത സാധനങ്ങളും അല്ലാത്തത് ഇപ്പോൾ കാച്ചിച്ചിട്ട് ഇതുപോലെ കംപ്ലൈൻറ്റ് പറയുന്ന സാധനങ്ങളൊക്കെ പച്ചിരുമ്പാണെന്നുള്ളൊരു ധാരണയാണ് നമുക്ക് കൂടുതലുള്ളത്. നമ്മളിപ്പോൾ മിഷനറി അടിച്ചു വരുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട്. ഞാൻ തുറന്നു പറഞ്ഞാൽ അത് എല്ലാം തന്നെ മിക്കതും തന്നെയല്ല, എനിക്ക് പറയാം എങ്കിൽ ഒരു 100% അത് ഉരുക്ക് തന്നെയാണ് അത്. പക്ഷേ അവർക്ക് അതിൻ്റെ റേറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വരുന്ന ഒരു സാധനത്തിന് 500 രൂപ വരുമെങ്കിൽ അത് 200 പോലും കൊടുക്കണ്ട. അത് മിഷനറി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അത് അതിൻ്റേതായ ചെറിയ പോരായ്മകളും ഉണ്ട്. ആ പോരായ്മ ഞാൻ വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതല്ലാണ്ട് അത് ഉരുക്കല്ലാത്തൊരു കാര്യങ്ങൾ അല്ല അത്. ഈ നേരത്തെ നമ്മുടെ ആ പാക്കറ്റിൽ വരുന്ന കത്തിയുടെ ഇതാണ്. ഈ സാധനം വരുന്ന ഐറ്റാണ് ഇത്. നമ്മുടെ ഇവിടെ ഈ കത്തിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്തിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. ഇതറിയില്ല, കൂടുതൽ ഇതറിയില്ല. അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇതൊരു ജീപ്പിൻ്റെ പ്ലേറ്റാണ്. ഇതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുമ്പിൻ്റെ ഒരു അംശം കൂടുതലാണ്. കണ്ട, ഇത് ശരിക്കും വളയും. പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് സാധനമാണ്. ഈ സാധനം വെറുതെ നമ്മൾ ചൂടാക്കിയാൽ തന്നെ ഈ സാധനം ടെമ്പറാവും. ഈ സാധനമാണ് നമ്മുടെ കയ്യിലുള്ള ആ കത്തികളുടെയൊക്കെ മെറ്റീരിയൽ ഇതാണ്. അപ്പം ഇതിപ്പോൾ ഈ സാധനം കൊണ്ട് നമുക്കിപ്പോൾ ഒരു കത്തി ഉണ്ടാക്കാം. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇരുമ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഈ സാധനം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടെമ്പർ ചെയ്യാം. ഇത് ടെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പൊളച്ച് കളയില്ല ഈ സാധനം. അത് ആ ഒരു കാറ്റഗറിയിൽ ഇത് ഉണ്ടാക്കിയെടുത്തേക്കണം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എത്രയോ നേർത്തതാക്കാം നമുക്ക് ഇതിൻ്റെ വായ്ത്തല. നേരെ കുറച്ച് ഇത് വണ്ടിയുടെ ലീഫാണ്. ഇതുകൊണ്ട് നമുക്കൊരു കത്തി ഉണ്ടാക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു കത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിധി വിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ കനം കുറയ്ക്കാൻ പറ്റില്ല. കനം കുറച്ചാൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ടെമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ
ഇതുമ്മ അങ്ങനെ ഒരു ഐറ്റം ഒരു ഇത് വരുന്നില്ല. അതുകൊണ്ട് ഇതുമ്മ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ഈ സാധനം ഉണ്ടാക്കിയെടുത്തേക്കണതാണ് ഈ മെറ്റീരിയൽ. ഇത് നല്ല ഫസ്റ്റ് ക്ലാസ് മെറ്റീരിയലാണ്. അപ്പോൾ ആ വരുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന കത്തി തന്നെയാണത്. അപ്പോൾ ആ കത്തിയുടെ മെറ്റീരിയലാണ് ഈ സാധനം. ഇത് ചെയ്യേണ്ട കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതുപോലെയുള്ള നല്ല മെറ്റീരിയൽ അത്. അപ്പോൾ ഇത് കനം കുറച്ചാലും നമുക്കത് ഒത്തിരി ഇത് തന്നെയില്ല. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് രണ്ടൊരു കത്തി ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ രാവി കഴിഞ്ഞ ഒരു കത്തിയാണ്. അപ്പോൾ ഇത് രാവി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വായ്ത്തല ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ടും ഷാർപ്പ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ. ഇതൊരു നമ്മളാ നേരത്തെ പറഞ്ഞ ഒരു ഷേവിങ് ബ്ലേഡ് നോക്കിയാലും നമുക്ക് അതുമ്പോൾ കാണാൻ പറ്റും ഈ ഇതുപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വയ്ക്കുന്ന ഒരിത്. ഇത് ഇങ്ങനെയാണ് നമുക്ക് കത്തി മൂർച്ച വരുന്ന ഒരിത്. ഇത് നമ്മൾ ഉപയോഗിച്ച് തേഞ്ഞ് തീരുമ്പോഴാണ് ഇതിൻ്റെ മൂർച്ച പോണതും വീണ്ടും നമ്മൾ തേച്ച് ഇതുപോലെ ഷാർപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കത്തി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് കനം കുറച്ച് വന്നേക്കണതാണ്. അപ്പോൾ നമുക്കിത് മാക്സിമം ഒരു മീഡിയം ഒരു ഇതിൽ നമുക്ക് ഇത് കനം കുറച്ചിട്ടുണ്ട്. ഇത് കാര്യം ഒരു വീഡിയോയ്ക്ക് ചെയ്യുന്നതാണെങ്കിലും ഇതെനിക്ക് ഒരു ഓർഡറുള്ള ഒരു കത്തിയാണ്. ഇത് ഒരു മീൻ കത്തി ഉപയോഗത്തിനാണ് പോണത്. ഇത് കറിക്കത്തിക്കൊന്നും ഇത്രയും നീട്ടം വേണ്ട. അപ്പോൾ ഇതൊരു മീൻ ചെത്തുന്ന ഒരു കത്തിയായിട്ടാണ്. ഇപ്പോൾ ഇതെടുത്ത് ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇത് നമ്മൾ എടുത്ത് രോമം വടിച്ചാലൊന്നും ചിലപ്പോൾ ഇത് രോമം പോകില്ല. എന്നിരുന്നാലും ഇതിന് മൂർച്ചയില്ല എന്നുള്ള ഒരു ഇതില്ല.
സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രോമം വടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷാർപ്പനെസ്സും കൂടി കളഞ്ഞ് ഒന്നും കൂടി ഒന്ന് തേക്കണം. അതല്ല എങ്കിൽ ഒന്നും കൂടി രാവി ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിപാടിയോ നേരെ തന്നെ ഒറ്റ പോയിന്റിലേക്ക് ആക്കണം ഈ രണ്ട് സൈഡും. അപ്പോൾ ഇത് നല്ല മൂർച്ചയാവും, ഇതിനും കൂടുതൽ ഒരിതാവും. പക്ഷേ നമ്മുടെ ഉപയോഗം ഇപ്പോൾ ഈ കത്തിയുടെ ഒരു ഉപയോഗം ഒരു മീൻ ചെത്തുന്ന ഒരിതാണ്. അപ്പോൾ ഈ മീൻ ചെത്തുമ്പോൾ ഈ വായ്ത്തല ചെന്ന് മുള്ളെ തട്ടിയാൽ അത് പോകാനുള്ളൊരു ചാൻസാണ് മൊത്തം ഷാർപ്പ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് മീൻ ചെത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുടെ ഒരു മാക്സിമത്തിലാണ് നമ്മളിത് ചെയ്തേക്കണേ. ഇനി ഇത് വാങ്ങി ഉപയോഗിച്ചാലാണ് നമ്മൾ പറയുന്നത് എന്താണെന്നുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതും അതുപോലെ തന്നെ രാവി ഷാർപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. പക്ഷേ ഇത് അതിനേക്കാളും കനം കുറവാണ് ഇതിൻ്റെ വായ്ത്തല. ഇത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഒരു മീൻ നന്നാക്കുമ്പോഴും നിർത്തിക്കഴിഞ്ഞാൽ ഇതിന് നല്ല മൂർച്ച കിട്ടും. അത്രത്തോളം ഇത് കനം കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ വായ്ത്തല. അപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് ഉപയോഗിക്കുന്ന ഒരു രീതി പോലെ ഇരിക്കും. അതും ആ ഒരു ഉപയോഗത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്താൽ ഇതിന് നല്ലോണം മൂർച്ച കിട്ടും. ഇത് ഇത്രത്തോളം കനം കുറച്ചാലും നമുക്കിത് വെള്ളത്തിൽ ടെമ്പർ ചെയ്താൽ ഇത് വളഞ്ഞു പോയാൽ ഇത് അടിച്ചെടുക്കാൻ പറ്റും. പണ്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇത് ഇരുമ്പും ഉരുക്കും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് രാവി എടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെ ഇത് കാച്ചിക്കുമ്പോൾ ഇതിന് ഒരു പൊളച്ചിൽ സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഇത് കനം കുറയ്ക്കാനും പറ്റും, അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം അതൊരു ആ ഒരു സെയിം മെത്തേഡിലാണ് ഇതും വന്നേക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. അപ്പോൾ ഇതൊന്ന് നമുക്കിതിന് ചേരുന്ന രീതിയിൽ ഒന്ന് ടെമ്പർ ചെയ്തെടുക്കാം.
അങ്ങനെ 2 കത്തിയുടെയും പണി തീർന്നുണ്ട്. ഇത് നമ്മൾ കറിക്കത്തി ഉപയോഗത്തിനാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഇതിന് വെയിറ്റായി, ഈ പിച്ചള കയറിയതും ഈ മരത്തിൻ്റെയൊക്കെ കനാവുമ്പോൾ ഇതൊരു മീഡിയം വെയിറ്റായി. ഇത് അത്യാവശ്യം എവിടെയെങ്കിലും നമുക്ക് വെട്ടണം എങ്കിലും ഇത് പറ്റും. പക്ഷെ നമ്മളിത് വെട്ടും തോറും നമ്മുടെ ആ ഉപയോഗത്തിന്, നമ്മുടെ ആ കറിക്കത്തിയുടെ ഒരു ഉപയോഗത്തിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ ഇത് ഇവിടെ നിന്നൊന്നും ഒടിഞ്ഞു പോകില്ല. ഇത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് അറ്റം വരെ ഈ കിടക്കുകയാണ് ഈ സ്റ്റീൽ. അപ്പം ഇത് ആ രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടുള്ളൂ. ഇനി ഇത് നമ്മളൊരു മീൻ കത്തിയുടെ, ഇതും പറഞ്ഞോണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മീൻ ചെത്താനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണത്. അത് മാത്രം അങ്ങനെ ഫോളോ ചെയ്താൽ ഇതും നല്ലൊരു പെർഫോമൻസ് കിട്ടും ഇതിന്.